ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഹെഡ് എന്ന ടാഗിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടാഗാണ് ഹെഡ് എന്ന ടാഗ്. ഇത് സ്ട്രക്ചർ ടാഗിന്റെ ഉള്ളിലാണ് വരുന്നത്. സ്ട്രക്ചർ ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെബ് പേജിൽ നിർബന്ധമായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ടാഗുകളെയാണ് നമ്മൾ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. ഇതിൽപ്പെട്ട ഒരു ടാഗാണ് ഹെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് എന്ന ടാഗ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ HTML എന്ന ടാഗിനും അതേപോലെ ബോഡി എന്ന ടാഗിനും ഇടയിലായിട്ടാണ് നമ്മൾ ഹെഡ് എന്ന ടാഗ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെബ് പേജിൽ ഹെഡ് എന്ന ടാഗ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ HTML കഴിഞ്ഞതിന് ശേഷവും അതേപോലെ തന്നെ ബോഡി എന്ന ടാഗിനും മുമ്പായിട്ടാണ് നമ്മൾ ഹെഡ് എന്ന ടാഗ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ ഹെഡ് ചേർത്ത് കൊടുക്കുന്നത്. ഹെഡ് ടാഗിനെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് മീറ്റ ടാഗ് എന്നും മീറ്റ ഡാറ്റ എന്ന പേരിലുകൂടി ഹെഡ് ടാഗ് അറിയപ്പെടുന്നുണ്ട്. മീറ്റ ഡാറ്റ എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. എന്നാലും സിമ്പിളായിട്ട് എന്താണ് മീറ്റ ഡാറ്റ എന്ന് പറയാം. മീറ്റ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ അബൌട്ട് ഡാറ്റ, ഒരു ഡാറ്റിനെ കുറിച്ചുള്ള മറ്റൊരു ഡാറ്റയാണ് മീറ്റ ഡാറ്റ. അതായത് നമ്മളൊരു വെബ് പേജിൽ ഉൾപ്പെടുത്തുന്ന പല കാര്യങ്ങളും അതേപോലെ തന്നെ വെബ് പേജിലെ ലാംഗ്വേജ്, എന്തൊക്കെ സ്ക്രിപ്റ്റുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തത്, ഇങ്ങനെ ഈ വെബ് പേജുമായിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷനും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മീറ്റ ഡാറ്റ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഹെഡ് എന്ന ടാഗിന്റെ ഉള്ളിലാണ്. ഇതിനെ കൂടാതെ തന്നെ നമുക്ക് ഹെഡ് എന്ന ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മറ്റു ടാഗുകളാണ്. ഒന്നാമത്തത് ടൈറ്റിൽ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു ടാഗാണ് നമ്മൾ സ്റ്റൈല്. ഓക്കെ, അടുത്തൊരു ടാഗാണ് നമ്മൾ സ്ക്രിപ്റ്റ്. ഓക്കെ, അടുത്തൊരു ടാഗാണ് ഇതേ രൂപത്തിൽ തന്നെ വരുന്ന മറ്റൊരു ടാഗാണ് മീറ്റ. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ മറ്റൊരു ടാഗാണ് ലിങ്ക്. ഓക്കെ, ഇത്രയും ടാഗുകളാണ് പ്രധാനമായിട്ടും എന്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കുന്നത്, ഹെഡ് എന്ന ടാഗിന്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റൈല്, അതേപോലെ തന്നെ സ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ ലിങ്ക്, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി അതെങ്ങനെ ഉപയോഗിക്കുന്നു, അതേപോലെ ഹെഡ് എന്ന ടാഗിന്റെ കൂടെ നമുക്കതെങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ടൈറ്റിൽ എന്ന ടാഗിനെ കുറിച്ചാണ്. ഒരു വെബ് പേജിൽ നിർബന്ധമായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ടാഗിനെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ എന്ന ടാഗിന്റെ ഉള്ളിൽ ഈ ടൈറ്റിൽ എന്നൊരു ടാഗും നമ്മൾ സ്ട്രക്ചേർഡ് ടാഗായിട്ടാണ് വരുന്നത്. സ്ട്രക്ചേർഡ് ടാഗ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ഒരു വെബ് പേജ് ചേർത്ത് കൊടുക്കുന്ന ടാഗിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ടാഗ് എന്ന് പറയുന്നത്. അതിൽപ്പെട്ടൊരു ടാഗാണ് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. എന്നിട്ട് നമുക്ക് എന്താണോ വെബ് പേജിന്റെ ടൈറ്റിലായിട്ട് വേണ്ടത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്ത് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിന് ടൈറ്റിലായി ചേർത്ത് കൊടുക്കുന്നത് വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പേജ് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിതിൽ ഈ ടൈറ്റിലിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തത്, അതായത് എന്താണോ നമ്മളിവിടെ ടൈറ്റിലിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തത് അത് നമുക്ക് വെബ് പേജിൻ്റെ മുകളിൽ ടൈറ്റിലായിട്ട് നമുക്കിവിടെ കാണിച്ചു തരും. ഈ ടൈറ്റിൽ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അഡ്രസ് ബാറിന്റെ ടാബിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്ന് ചേർത്തത് നമുക്ക് ഇതിൻ്റെ ടാബിൽ നമുക്കിവിടെ ഹെഡിങ് ആയിട്ട് കാണിച്ചു തരും. അതേപോലെ തന്നെ നമ്മൾ ഈ പേജ് ബുക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പേരിലായിരിക്കും സേവ് ചെയ്യുക. ഉദാഹരണം, നമുക്ക് ഈ പേജ് ഒന്ന് ബുക്ക് മാർക്ക് ചെയ്യാം. ബുക്ക് മാർക്ക് അല്ലെങ്കിൽ ഫേവറേറ്റ്, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് സേവ് ചെയ്യുന്ന പേര് നമ്മൾ എന്താണോ നമ്മൾ ടൈറ്റിലായിട്ട് ചേർത്ത് കൊടുത്തത് അത് ആ പേരിലായിരിക്കും നമുക്ക് ഈ പേജ് സേവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പേരിൽ നമ്മളുടെ വെബ്സൈറ്റ് ബുക്ക് മാർക്ക് ചെയ്യണം അല്ലെങ്കിൽ സേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ ഇവിടെ ടൈറ്റിലായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ പല വെബ്സൈറ്റുകളും സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിളിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേകം വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകളൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പല വെബ്സൈറ്റുകളും നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈറ്റിലായിരിക്കും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്തി കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ ടൈറ്റിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് സെർച്ച് എൻജിൻ ഫ്രണ്ട്ലി ആവണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഉൾപ്പെടുത്തി നമ്മളൊരു പേജിന് ടൈറ്റിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടൈറ്റിലിൻ്റെ ലെങ്ത് മാക്സിമം 65 മുതൽ 70 വരെ ചേർത്ത് കൊടുക്കുകയാണ് ബെറ്റർ. 65 to 70 ക്യാരക്ടറുകൾ ചേർത്ത് ഇൻക്ലൂഡ് സ്പേസ് കൂടുതലും, സ്പേസ് അടക്കം 65 മുതൽ 70 വരെ ക്യാരക്ടർ ചേർത്ത് കൊടുക്കുകയാണ് എന്തുകൊണ്ടും ബെറ്റർ.
ഓക്കെ, അപ്പോൾ ഒരു പേജിന് നമ്മൾ ടൈറ്റിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതായി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഹെഡ് ടാഗിൽ വരുന്ന മറ്റൊരു ടാഗാണ് സ്റ്റൈല് എന്ന ടാഗ്. സ്റ്റൈല് എന്ന ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ CSS ഒക്കെ നമ്മൾ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ സ്റ്റൈല് എന്ന ടാഗ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ IMG എന്ന ടാഗിന് ഞാനിവിടെ ഒന്ന് ബോർഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡർ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ഡോട്ടഡ് എന്നൊരു സ്റ്റൈലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിന് ചുറ്റും ഒരു ഡോട്ടഡ് ആയിട്ട് നമുക്കിതുപോലെ സ്റ്റൈലുകളൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ വെബ് പേജിലേക്ക് എന്തെങ്കിലും പ്രത്യേകം സ്റ്റൈലുകളൊക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ടാഗായ സ്റ്റൈലും നമ്മൾ ഹെഡ് എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു CSS ഫയലിനെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ലിങ്ക് റിലേഷൻ എന്ന സ്റ്റൈല്. നമുക്ക് പുറത്തു നിന്നുള്ളൊരു ഫയലിനെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലിങ്ക് റിലേഷൻ സ്റ്റൈൽ ഷീറ്റ്, അതിനുശേഷം HREF എന്നിട്ടതിന് ശേഷം നമുക്ക് എന്ത് ഫയലാണോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആ ഫയൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഈ ടാഗും നമ്മൾ ടൈറ്റിൽ എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റുകൾ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലും അതും നമ്മൾ എന്തിലാണ് ഉപയോഗിക്കുന്നത്, ഈ ഹെഡ് എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഇതിലേക്ക് ഒരു സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, സ്ക്രിപ്റ്റ് ഞാനിവിടെ വന്ന് സ്ക്രീനിൽ നമുക്ക് ഡോക്യുമെന്റ് .write ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെൽക്കം ടു JS എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത് ഞാനിവിടെ വന്ന് സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പേജ് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത CSS കോഡും നമുക്കിതിൽ ജാവാസ്ക്രിപ്റ്റ് കോഡും നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഏതാണ്ട് നമ്മൾ ഒരു ഹെഡിങ് ടാഗിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്ന ടൈറ്റിൽ, അതേപോലെ തന്നെ സ്റ്റൈല്, അതേപോലെ തന്നെ ലിങ്ക്, അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് എന്നീ ടാഗുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ ടൈറ്റിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സ്റ്റൈൽ എന്ന ടാഗിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞതാണ്. ലിങ്ക് റിലേഷൻ എന്ന ടാഗിനെ കുറിച്ചും നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് എന്ന ടാഗിനും നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.